നമ്മുടെ ഇന്നത്തെ ടോപ്പിക് 9th 4th ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്, അതായത് ഗുണന സമവാക്യങ്ങൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ സിമ്പിളാക്കാം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സംസ് ആണ്, അതായത് തുകകളുടെ ഗുണനം. എനിക്കിവിടെ 26ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, അതായത് 26ൻ്റെയും 5ൻ്റെയും ഗുണനഫലം കണ്ടുപിടിക്കണം. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ 26 5 എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും അല്ലേ. നമുക്ക് വേറൊരു രീതി നോക്കാം. ഈ 26നെ എനിക്ക് 20 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? ഞാൻ എന്ത് ചെയ്തു? 26നെ 20 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 5നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, × 5 എന്ന് എഴുതി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ആദ്യം ഈ 20 × 5 ചെയ്യാൻ പോവുക. 20 × 5. ഇനി എന്തുകൊണ്ട് ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ? ഇടയ്ക്കത്തെ സിമ്പിൾ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് 6 × 5. നമ്മൾ ഇവിടെ 26നെ 20 എന്നും 6 എന്നും സ്പ്ലിറ്റ് ചെയ്തു. അന്നേരം ഈ 20യെയും ഞാൻ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ തമ്മിൽ ആഡ് ചെയ്യുക. 20 × 5 നമുക്കറിയാം എന്താണ്? 100 ആണ് അല്ലേ? പ്ലസ് 6 × 5 30 ആണ്. അതിനാണ് എനിക്ക് ആൻസർ എന്ത് കിട്ടും? 130 130 എന്ന് കിട്ടും. ഇനി രണ്ടും 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 26 × 15 എനിക്ക് വേണ്ടത്. നേരത്തെ ഒരു 2 ഡിജിറ്റ് നമ്പറും ഒരു 1 ഡിജിറ്റ് നമ്പറും ആയിരുന്നു അല്ലേ? ഇവിടെ ഈ 2 നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. 26നെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 20 + 6 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 + 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ 20യെ കൊണ്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്യണം, 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 6നെ കൊണ്ടും 10നെ മൾട്ടിപ്ലൈ ചെയ്യണം, 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. 20 × 10 പ്ലസ് 20 × 5 പ്ലസ് 6 × 10 6 × 5. ഞാൻ എന്ത് ചെയ്ത്? 20യെയും ഈ 2 നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6നെയും ഈ 2 നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ആൻസർ എന്ത് വരും? 20 × 10 എന്താണ്? 200 ആണ്, നമുക്കറിയാം അല്ലേ? പ്ലസ് 20 × 5 100 പ്ലസ് 6 × 10 60 6 × 5 30. ആൻസർ എന്ത് വരും? ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 390 കിട്ടും, 390 കിട്ടും അല്ലേ? നമുക്ക് ഒരു എക്സാമ്പിളൂടെ നോക്കാം. 6 1/2 × 8 1/2. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 6 1/2നെ എനിക്ക് 6 + 1/2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 8 1/2നെയോ 8 + 1/2. ഇങ്ങനെ എഴുതും ആൻസർ 6 × 8 പ്ലസ് 6 × 1/2 പ്ലസ് 1/2 × 8 പ്ലസ് 1/2 × 1/2. സിക്സ് × 8 എത്ര കിട്ടും നമുക്ക്? 48 എന്ന് കിട്ടും. പ്ലസ് 6 × 1/2 3. 1/2 × 8 എന്താണ്? 4 ആണ്. 1/2 × 1/2 എന്താണ്? 1/4 ആണ്. രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 / 2 × 2, അതാണ് 1/4 കിട്ടിയേക്കുന്നത്. 48 + 3 + 4 എന്താണ്? 55 ആണ്. 55 + 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 55 1/4 എന്ന് എഴുതാം.
ഇതിനെ നമുക്ക് ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അതായത് ഇപ്പം 2 സമ്മുകളുടെ പ്രോഡക്റ്റ് അല്ലേ? ആദ്യത്തെ സം എന്ന് പറയുന്നത് ഞാൻ x+y എന്നെടുത്തു. രണ്ടാമത്തെ സമ്മിനെ ഞാൻ u+v എന്നെടുത്തു. എങ്ങനെ എഴുതാം? ജനറലായിട്ട് എങ്ങനെ എഴുതാം? x × u xu പ്ലസ് x × v xv പ്ലസ് y × u yu പ്ലസ് y × v yv. ഇതാണെന്ത്? ജനറൽ ഫോർമുല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? x+1 × y+1 ചെയ്യാൻ പോവുക. എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, അതുപോലെ വൈയുടെ കൂടെയും 1 ആഡ് ചെയ്തിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. എനിക്ക് എന്ത് കിട്ടും? x × y xy പ്ലസ് x × 1 x പ്ലസ് 1 × y y പ്ലസ് y 1 × 1 1. നമുക്ക് x+1 × y+1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? xy എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് x+y എക്സും വൈയും ആഡ് ചെയ്യുക പ്ലസ് ഒരു 1 കൂടി ഇട്ട് കൊടുക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം ഈ ഇക്വേഷൻ ഞാൻ എന്തിനാ എഴുതിയെന്ന് മനസ്സിലാവും. എനിക്ക് 31 × 51 ചെയ്യണം. 31 ഉം 51 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 30 + 1 എന്നും 50 + 1 എന്നും സ്പ്ലിറ്റ് ചെയ്തുകൂടെ? ഇവിടെ x+1 × y+1 എന്നുള്ള ഫോമിലായില്ലേ? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? xy പ്ലസ് x+y + 1 അല്ലേ? ഇവിടെ x എന്താണ്? 30 ആണ്. y എന്താണ്? 50 ആണ്. അതെങ്ങനെ എഴുതാം? 30 × 50 xy ആയില്ലേ? പ്ലസ് x+y അല്ലേ? 30 + 50 + 1. ആൻസർ കിട്ടി. 30 × 50 എന്താണ്? 1500 ആണല്ലേ? 1500 പ്ലസ് 30 + 50 എന്താണ്? 80 ആണ്. പ്ലസ് 1. ആൻസർ എന്ത് കിട്ടും? 1581 1581 എന്ന് കിട്ടും. ഈക്വൽ സൈൻ ഇടണം കേട്ടോ എല്ലായിടത്തും, മറന്നു പോലെ. 21 × 71 എങ്ങനെ ചെയ്യാം? 21 × 71 21നെ 20 + 1 എന്നും 71നെ 70 + 1 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ നേരത്തെ എന്ത് കൊടുത്തേ? x+1 × y+1 അല്ലേ? ഇനി നമുക്ക് 1 വരെ 1/2 കൊടുത്തു നോക്കാം. x+1/2 × y+1/2. ഞാനിവിടെ എന്ത് ചെയ്തു? 1ന് വരെ 1/2 കൊടുത്തു. x+1/2 × y+1/2. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? xy പ്ലസ് x × 1/2 അതായത് x/2 പ്ലസ് 1/2 × y. എനിക്ക് y/2 എന്ന് എഴുതിക്കൂടെ? പ്ലസ് 1/2 × 1/2 എന്താ? 1/2 × 1/2 1/4 xy പ്ലസ് x/2 പ്ലസ് y/2 പ്ലസ് 1/4 എന്ന് എഴുതി. ഇനി ഇതിന് എനിക്ക് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. എങ്ങനെ എഴുതാം? xy പ്ലസ് x+y/2 പ്ലസ് 1/4. എക്സും വൈയും ആദ്യമേ x × y ചെയ്യുക, പിന്നെ എക്സും വൈയും ആഡ് ചെയ്തിട്ട് /2 ചെയ്യുക പ്ലസ് 1/4 എടുക്കുക. മനസ്സിലായോ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, പെട്ടെന്ന് കിട്ടുമോ നോക്കാം. 6 1/2 8 1/2 ആയിരുന്നു ക്വസ്റ്റ്യൻ. എക്സ് എന്താണ് ഇവിടെ? 6 ആണ്. y എന്താണ്? 8 ആണ്. ആദ്യമേ എന്താണ്? 6 × 8 പ്ലസ് 6 + 8/2 പ്ലസ് 1/4 അല്ലേ? ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. എന്താ? 6 × 8 48 പ്ലസ് 6 + 8 എന്താണ്? 6 + 8 എന്ന് പറയുമ്പം 14 വരും. 14/2 7 വരും അല്ലേ? 7 പ്ലസ് 1/4. ആൻസർ എന്ത് കിട്ടും? 55 1/4 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയേ? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻ്റലി ഫൈൻഡ് ദി പ്രോഡക്ട്സ് ബിലോ. നമ്മൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ അവർ പറയുന്നത്. എന്തുവാ ആദ്യത്തെ ക്വസ്റ്റ്യൻ? 71 ×
91. ഇത് ഏത് ഫോമാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എന്താണ് എക്സ്? എക്സ് 70 ആണ്, വൈ 90 ആണ് അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് 1 അല്ലേ? 70 ഇൻറ്റു 90. 70 ഇൻറ്റു 90 പ്ലസ് 70 പ്ലസ് 90 പ്ലസ് 1 അല്ലേ? 70 ഇൻറ്റു 90 എന്താണ്? 7 ഇൻറ്റു 9 എത്ര? 63. 2 0 ഇട്ട് കൊടുക്കുക. പ്ലസ് 70 പ്ലസ് 90 എന്താണ്? 160 ആണ് അല്ലേ? 160 പ്ലസ് 1. ആൻസർ എന്ത് വരും? 6461 വരും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 42 ഇൻറ്റു 62 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സബ് പാർട്ടാണ് കേട്ടോ, സെക്കൻഡ് സബ് പാർട്ടാണിത്. 42നെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 40 പ്ലസ് 2. 62നെയോ? 60 പ്ലസ് 2. മൾട്ടിപ്ലൈ ചെയ്തൂടെ? 40 ഇൻറ്റു 60 എത്ര വരും ആൻസർ? 4 ഇൻറ്റു 6 എത്ര? 24 അല്ലേ? 24 2 0 പ്ലസ് 40 ഇൻറ്റു 2 എന്താണ് ആൻസർ? 80. 2 ഇൻറ്റു 60 എന്താണ്? 120 പ്ലസ് ഇനി 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ്. ആഡ് ചെയ്തേ, എന്താ ആൻസർ വരുന്നത്? 2604 എന്ന് ആൻസർ വരും. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 10 1/2 ഇൻറ്റു 6 1/2. എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 10 പ്ലസ് 1/2 ഇൻറ്റു 6 പ്ലസ് 1/2 എന്നല്ലേ? എന്തായിരുന്നു? രണ്ടിടത്ത് 1/2 വരുമ്പോഴുള്ള ഇക്വേഷൻ x പ്ലസ് y/2 പ്ലസ് 1/4 അല്ലേ? അങ്ങനെ ചെയ്തു നോക്കാം നമുക്ക്. xy അതായത് 10 ഇൻറ്റു 6 പ്ലസ് x പ്ലസ് y/2 10 പ്ലസ് 6/2 പ്ലസ് 1/4 അല്ലേ? ആൻസർ എന്ത് വരും? 10 ഇൻറ്റു 6 എന്താണ്? 60 ആണ്. 10 പ്ലസ് 6 16 ആണ്. 16/2 8 ആണ്. പ്ലസ് 1/4 68 1/4 എന്ന് ആൻസർ വരും. 68 1/4. കണ്ടോ? പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നില്ലേ? പിന്നെ ഇവിടെ നിങ്ങൾക്ക് 9 പ്ലസ് 0.5 എന്നും 3 പ്ലസ് 0.5 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ 0.5 എന്ന് വെച്ചാൽ 1/2 എന്നല്ലേ മീനിങ്? ഇതിനെനിക്ക് 9 1/2 എന്ന് എഴുതിക്കൂടെ? 3.5നെ 3 1/2 എന്ന് എഴുതിക്കൂടെ? ഏതൊക്കെ സെറ്റ് ചെയ്യാം? x പ്ലസ് y/2 പ്ലസ് 1/4 എന്ന് ചെയ്തൂടെ? xy 9 ഇൻറ്റു 3 പ്ലസ് x പ്ലസ് y/2 9 പ്ലസ് 3/2 പ്ലസ് 1/4. ആൻസർ എന്ത് വരും? 27 പ്ലസ് 9 പ്ലസ് 3 എത്താണ്ട് 12 ആണ്. 12/2 6 എന്ന് വരും. 6 പ്ലസ് 1/4. ആൻസർ എന്താണ്? 33 1/4 എന്ന് വരും. ഇനി നിങ്ങൾക്ക് 33 1/4 എന്ന് ഇടാം. നമുക്ക് മുകളിൽ ഡെസിമൽസ് തന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഡെസിമൽ ആക്കാം. 1/4 എന്ന് വെച്ചാൽ എന്താണ് ഡെസിമൽ ഫോം? 0.25 ആണ്. ഒരു ആൻസർ എന്ത് വരും? 33.25. അടുത്ത ക്വസ്റ്റ്യൻ 10 1/4 ഇൻറ്റു 6 1/4. നമുക്കെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 10 പ്ലസ് 1/4 എന്നും 6 പ്ലസ് 1/4 എന്നും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? നമുക്കെങ്ങനെ എഴുതാം? 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 1/4 പ്ലസ് 1/4 ഇൻറ്റു 6 പ്ലസ് 1/4 ഇൻറ്റു 1/4. 10 ഇൻറ്റു 6 എന്താണ്? 60 ആണ് അല്ലേ? ഇനി 10 ഇൻറ്റു 1/4 എന്താണ്? 10 ഇൻറ്റു 1/4 ചെയ്താൽ നമുക്ക് 2.5 എന്ന് കിട്ടും. 1/4 ഇൻറ്റു 6
1.5 പ്ലസ് 1/4 ഇൻറ്റു 1/4 എന്ത് വരും? 1/60 എന്ന് വരും. ന്യൂമറേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1/60. ആൻസർ എന്ത് വരും? 60 പ്ലസ് 2.5 പ്ലസ് 1.5 എന്ത് വരും? 64 എന്ന് വരും. 64 1/60 എന്ന് ആൻസർ വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കാണാം. ദി പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1400. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 1400. ആൻഡ് ദെയർ സം ഈസ് 81. അവരുടെ സമ്മ്, തുക, ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 81 കിട്ടും. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഓരോ നമ്പറിൻ്റെയും തൊട്ടടുത്ത നമ്പർ. ഇപ്പം 5 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതാ? 6. അങ്ങനെ ഈ രണ്ട് നമ്പറിൻ്റെയും തൊട്ടടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്ന അവർ ചോദിച്ചേക്കുന്നത്. രണ്ട് നമ്പേഴ്സ് ഞാൻ എക്സ് എന്നും വൈ എന്നും എടുത്തു. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 1400 അല്ലേ? 1400. അതിൻ്റെ സമ്മോ? സമ്മ് 81 ആണല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 81. ഇനി എന്തുവാ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും തൊട്ടടുത്ത നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 അല്ലേ? എക്സിൻ്റെ തൊട്ടടുത്ത നമ്പർ എക്സ് പ്ലസ് 1, വൈയുടെ തൊട്ടടുത്ത നമ്പർ വൈ പ്ലസ് 1. നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ നമ്മൾ ഈ ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്തായിരുന്നു? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. എക്സ് വൈ എത്ര? 1400 അല്ലേ? ഇനി എക്സ് പ്ലസ് വൈ നമ്മളുടെ തന്നിട്ടുണ്ട് എത്ര? 81 പ്ലസ് 1 എന്ത് കിട്ടും ആൻസർ? 1482 എന്ന ആൻസർ കിട്ടും. ഇനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? ദി പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് 621 ആൻഡ് ദെയർ സം ഈസ് 50. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, ഗുണനഫലം എന്താണ്? 621 അതിൻ്റെ സമ്മ്, ഈ രണ്ട് ഓഡ് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ അവയുടെ തുക നമുക്ക് എന്ത് കിട്ടും? 50. അങ്ങനെയാണെങ്കിൽ ഓരോ ഓഡ് നമ്പറിൻ്റെയും തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ എടുക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് എന്തുവാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെ? 3, 1, 3, 5, 7 അങ്ങനെയല്ലേ ഓഡ് നമ്പേഴ്സ്. 3യുടെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ ഏതാ? 5 അല്ലേ? 5ൻ്റെ തൊട്ടടുത്ത ഓഡ് നമ്പർ ഏതാ? 7 അല്ലേ? കാരണം ഒരു ഓഡ് നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യണം. 3യുടെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടാൻ 2 ആഡ് ചെയ്യണം. 5ൻ്റെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ കിട്ടാൻ 2 ആഡ് ചെയ്യണം. ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഓഡ് നമ്പറിനെയും എക്സ് എന്നും വൈ എന്നും എടുക്കുന്നത്. എക്സും വൈയും തന്നെയാണ് ഓഡ് നമ്പറായിട്ട് എടുക്കുന്നത്. എക്സും വൈയും എന്താണ്? രണ്ട് ഓഡ് നമ്പേഴ്സാണ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? 621 അല്ലേ? 621. സമ്മോ എക്സ് പ്ലസ് വൈ എന്താണെന്ന് തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട്. എക്സിൻ്റെ തൊട്ടടുത്ത ഓഡ് നമ്പർ എക്സ് പ്ലസ് 2, വൈയുടെ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ വൈ പ്ലസ് 2. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം. എക്സ് വൈ പ്ലസ്
ഈ 2x നിന്ന് 2y നിന്ന് എനിക്കൊരു 2 കോമൺ എടുത്തൂടെ? ബാക്കി എന്ത് വരും? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വന്നു, പ്ലസ് 4. എക്സ് പ്ലസ് വൈ എനിക്ക് അറിഞ്ഞൂടെ? എക്സ് വൈ എന്താണ്? 621 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? 50 ആയിരുന്നു. 2 ഇൻറ്റു 50 പ്ലസ് 4. ആൻസർ എന്ത് വരും? 621 പ്ലസ് 100 പ്ലസ് 4 725. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനും ബാക്കി വീഡിയോസിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.